എന്നിട്ട് എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും സ്നേഹത്തോടൊരു കിടക്കാച്ച് നമസ്കാരം ഇരിക്കട്ടെ. ഇന്നൊരു വെറൈറ്റി ആയിട്ട് കേട്ടോ. ചിക്കൻ സ്റ്റൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ മീൻ വെച്ചുള്ള സ്റ്റൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കണ്ണടച്ച് സാധനം ഉണ്ടാക്കാം. വേറെ ലെവലാണ് ടേസ്റ്റ് എന്ന് പറയാൻ എൻ്റെ ചങ്ങാതി കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? വായിക്കോട്ടെ കപ്പലോടിക്കാനുള്ള വെള്ളം വേണം. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല. ആദ്യം തന്നെ മീനെടുത്തതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കോൺഫ്ലവറും കൂടെ ഇങ്ങനെ നല്ല രീതിയിൽ ഇടുക. ശേഷം ഒരു 2 ലെമൺ അങ്ങ് ഇതുപോലെ അങ്ങ് പിഴിഞ്ഞൊഴിക്കുക. അത്യാവശ്യം പുളിയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ അതിന് സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ലെമൺ ഒഴിച്ച ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് മസാല അങ്ങ് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ടൊരു 1/2 മണിക്കൂർ അങ്ങ് വെച്ചേക്കാം. അപ്പോഴേക്കും അതിലേക്ക് പുളിയും എരിവൊക്കെ ഒന്ന് പിടിക്കും. ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ടങ്ങ് ഫ്രൈ ചെയ്യാം. വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. വെളിച്ചെണ്ണ ഇട്ട് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തു. ഇവനൊന്ന് ഫ്രൈ ആയി ലെവലായി ഇതുപോലെ ഉടഞ്ഞു പോകാതെ വേണം കേട്ടോ. ഒന്ന് ഉടഞ്ഞു പോകാതെ ഇങ്ങനെ സെറ്റാക്കി എടുക്കുക. എന്നിട്ട് ഇവനെ ഫ്രൈ ചെയ്ത ശേഷം ഒരു ലൈറ്റ് കളറാകുമ്പോൾ ഇവനെ അങ്ങ് കോരി മാറ്റി അങ്ങ് വെക്കുക. വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ചു കേട്ടോ. ഇതുപോലെ ശേഷം നമ്മളടുത്ത് നേരെ നമ്മുടെ പരിപാടി. ശേഷം ഒരു തീ പിടിപ്പിക്കുക. തീ പിടിപ്പിച്ച ശേഷം ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ശേഷം ചെറുതായി അരിഞ്ഞ് സവോളയും അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് സവോള നല്ലവണ്ണം വാട്ടുക. വാട്ടിയെടുത്താൽ മതി കേട്ടോ, കളറാവല്. സവോള നല്ല രീതിയിൽ വാട്ടി ഇതുപോലെ അങ്ങ് ആക്കിയെടുക്കുക. ഇവനങ്ങ് വാടി വരുമ്പോഴേക്ക് നമുക്ക് നേരെ ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. മിക്സി ജാറിലേക്ക് ഇട്ട ശേഷം ഇവനൊന്ന് ഒരു ഇച്ചിരി സെറ്റാക്കിയ ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച ശേഷം ഇവനൊന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. പേസ്റ്റായ ശേഷം ബാക്കി ആ ഉരുളിക്കകത്തുള്ള എണ്ണയിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുരുമുളകും കൂടെ ഇട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ആയി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ആവശ്യത്തിന്, കാരണം എരിവ് വേണമല്ലോ, ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് ഇതുപോലെ വരട്ടിയെടുക്കുക. പച്ചമുളകൊന്ന് വരണ്ട ഒരു രൂപത്തിലും പാവത്തിലായി വരുമ്പോൾ അതിലേക്ക് കരിവേപ്പില ഒരു മറി പറിക്കുക. കരിവേപ്പില ഇതിലിട്ടെങ്കിൽ വരട്ടിയെടുക്കുക. ഞങ്ങൾ പറയാം, കറിവേപ്പില ഒന്ന് വരണ്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല സ്റ്റൈലായിട്ട് ഇട്ട് കൊടുത്തങ്ങ് വരട്ടിയെടുക്കുക. കണ്ടില്ലേ? ഇതുപോലെ വരണ്ട രൂപത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് നമ്മൾ ആ പേസ്റ്റാക്കി വെച്ച് സാധനം എടുത്ത് ഇതിലേക്ക് ഒരു മറിക്കുക. മറിച്ച ശേഷം അവനെ ഇതിലിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുക. കാരണം ആ പച്ചപ്പൊന്ന് മാറണമല്ലോ. ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി ഇതുപോലെ ഒന്ന് ഇതിലിട്ടൊന്ന് വരട്ടിയെടുക്കുക. ഇതൊന്ന് കുക്കായെന്ന് അറിയുമ്പോഴേക്ക് ഇതുപോലെ കുക്കായെന്ന് അറിയുമ്പോഴേക്ക് നമ്മൾ മിക്സി ജാറൊന്ന് ലൈറ്റായിട്ടൊന്ന് കഴുകിയെടുത്ത് ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒരു മറി പറിക്കുക. അപ്പോഴേക്ക് ഇവനൊരു വേറെ ലെവലിലേക്ക് ഒരു നല്ല സ്മെല്ലാകട്ടെ. ഇപ്പം തന്നെ വരുന്ന കേട്ടോ. എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവൽ. അത് കാണാൻ തന്നെ നല്ല സ്റ്റൈലില്ലേ. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി കാഷ്യൂനട്ട് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്ത് ഇവനൊന്ന് മൊത്തത്തിൽ കുറുക്കി ഒരു രൂപത്തിലും ഭാവത്തിലൊക്കെ കാണാൻ തന്നെ നല്ല സ്റ്റൈലില്ലേ കണ്ട് സെറ്റപ്പാക്കിയെടുക്കുക എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് മീനെടുത്ത് ഇതിലേക്ക് ഒരു മറി പറിക്കുക. എന്നിട്ട് ഇവൻ മീൻ പൊടിയാതെ സ്ലോ മോഷനിൽ ഇതുപോലെ ഇങ്ങനെ കറക്കുക. കണ്ടില്ലേ? ഇവനൊക്കെ കറക്കി രൂപത്തിലായി വരുമ്പോഴേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇങ്ങനെ സ്നേഹത്തോടെ ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട ശേഷം ഇവനെ നല്ലവണ്ണം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഇതുപോലെ ഒരു മറി മറിക്കുക. എന്നിട്ട് ഇങ്ങനെ സ്ലോ മോഷനിലങ്ങ് മിക്സ് ചെയ്യുക. ഒത്തിരി മിക്സിങ് നടത്തില്ല കേട്ടോ. മീനെല്ലാം കൂടെ പൊടിഞ്ഞ് ഒരു പരുവന് പോകാനായിട്ട്. അപ്പോൾ ഇതുപോലെ സ്ലോ മോഷനിലങ്ങ് അവനങ്ങ് മിക്സ് ചെയ്യുക. കണ്ടില്ലേ? അപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് എൻ്റെ ചങ്ങാതി വരുന്നത്. വേറെ ലെവല സാധനം കേട്ടോ. ഇത് ഉണ്ടാക്കാൻ മറക്കല്ലോ, ഒരു രക്ഷയില്ല സാധനം. കണ്ടിട്ട് എനിക്ക് തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല. ലാസ്റ്റ് ആ കുരുമുളക് പൊടിയും കൂടി ഇങ്ങ് ഇട്ട് കൊടുക്കുക. വാരി ഇങ്ങ് വിതറുക. എൻ്റെ ചങ്ങാതി സംഭവം വേറെ ലെവലാണ്. കിടക്കുന്ന പോലെ കിടക്കാച്ച സാധനം എൻ്റെ ചങ്ങാതി. എന്നിട്ട് ഇതുപോലെ എന്നിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടെ മുകളിലേക്ക് ഇട്ടൊരു പിടുത്തം കടിക്കുക എൻ്റെ ചങ്ങാതി. ഒരു രക്ഷ.